പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ ഓണക്കാലത്ത് കൈ നിറയെ സമ്മാനങ്ങളുമായാണ് അമൃത ടി വി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. ചതയ ദിനം വരെ ഓണനാളുകളിൽ ഒട്ടേറെ സമ്മാനങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഓരോ മണിക്കൂറിലുമുള്ള ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനം ലഭിക്കും. ഓരോ ദിവസവും 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനവുമുണ്ട്. നമ്മൾ ഇന്നത്തെ വിജയികൾ ആരൊക്കെയെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. പ്രേക്ഷകർ തീർച്ചയായിട്ടും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഇന്നലെ മെഗാ സമ്മാനം നേടിയ വിജയിയുടെ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയും തിരുവനന്തപുരത്തെ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ LD ക്ലർക്കുമായ EK അബ്ദുൾ മജീദാണ് കഴിഞ്ഞ ദിവസം ലക്ഷാധിപതിയായത് അമൃത ടി വിയിലൂടെ. പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് അമൃത ടി വിയുടെ ടീം അംഗങ്ങൾ 1 ലക്ഷം രൂപയുടെ ചെക്ക് അബ്ദുൾ മജീദിന് കൈമാറിയത്. മജീദിന്റെ ഈ നേട്ടത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പം സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ഒക്കെ സന്തോഷം പങ്കുവച്ചു. ആ സന്തോഷ കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം ഇന്നത്തെ വിജയികളിലേക്ക് വരും. നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അമൃത ടി വിയുടെ ഓണം വാച്ച് ആൻഡ് വിൻ പ്രോഗ്രാമാണ്. ആ വാച്ച് ആൻഡ് വിൻ പ്രോഗ്രാമിൽ ഇന്നിപ്പോൾ നമ്മുടെ അമൃത ടീം നിൽക്കുന്നത് കടക്കാവൂർ പഞ്ചായത്തിലാണ്. തിരുവനന്തപുരം കടക്കാവൂർ പഞ്ചായത്തിലുള്ള LD ക്ലർക്കായിട്ടുള്ള ആളാണ് ഇന്നത്തെ വിന്നർ. നമ്മോടൊപ്പം വിന്നറുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്തിലെ മെമ്പർമാരും പ്രസിഡൻറ്റും ഒപ്പം തന്നെ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് കടക്കാവൂർ സ്റ്റേഷനുള്ളത്. സ്റ്റേഷനിലെ SI ജയപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇവരാണ് ഇപ്പോൾ മജീദിന് സമ്മാനം നൽകുകയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആദ്യം തന്നെ സമ്മാനദാനത്തിലേക്ക് പോകാൻ കഴിയും. 1 ലക്ഷം രൂപയാണ് മെഗാ വിന്നറിന് നൽകുന്നത്. ആ മെഗാ വിന്നറിന് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ നമ്മൾ നൽകാൻ പോകുന്നത്. മജീദ് ഇപ്പോൾ ഈ സമ്മാനം 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈപ്പറ്റുകയാണ്. മാഡം, നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് ഈ പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് മാഡത്തിന് ഇപ്പോൾ തോന്നുന്നത്? ഇത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് S ഷീല. നമ്മുടെ കടക്കാട് പഞ്ചായത്ത് അമൃത ടി വിയുടെ കോൺസെൻറ്റിൽ പങ്കെടുത്ത് വിന്നറായതിൽ കടക്കാട് പഞ്ചായത്തിന് ഭയങ്കരമായ സന്തോഷം തന്നെയാണ് നമുക്കുള്ളത്. അമൃത ടി വിയുടെ പ്രോഗ്രാംസ് ഒക്കെ മാഡം കാണാറുണ്ട്. പ്രധാനമായും നമ്മുടെ ടോപ്പ് 10 ഉൾപ്പെടെയുള്ള വാർത്തകളായിരിക്കും. അതെ, വാർത്തകളാണ് കൂടുതലും കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് പ്രൈസ് നൽകിയിട്ടുള്ള ഇവിടുത്തെ SI കൂടിയാണ്. ഈ കടക്കാവൂർ സ്റ്റേഷനിലെ SI കൂടിയായിട്ടുള്ള ജയപ്രസാദാണ്. സാർ, ഈ പ്രോഗ്രാം കാണാറുണ്ടോ? എങ്ങനെയാണ് അമൃത ടി വിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? അമൃത ടി വിയുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമൃത ടി വിയുടെ ടോപ്പ് 10 എന്നുള്ള വാർത്ത കൃത്യമായിട്ടും ഔദ്യോഗിക തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് സ്റ്റേഷനിലായാലും വീട്ടിലായാലും കാണുകയുണ്ടായിരുന്നു. കാരണം ഏത് പ്രധാനപ്പെട്ട വാർത്തകൾ ഒപ്പിയെടുത്ത് ഞങ്ങൾക്ക് സത്യസന്ധമായി തരുന്ന ഒരു ചാനലാണ് അമൃത ചാനൽ എന്ന് പറയുന്നത്. അല്ല, നിരവധി പ്രോഗ്രാം നടക്കണം. പക്ഷേ നമ്മുടെ ഔദ്യോഗിക തിരക്കാണ് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അതെ ന്യൂസായിട്ട് കാണാനാണ് പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ട അങ്ങനെ വരുന്ന പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്. മജീദിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. കാരണം സ്ഥിരമായി നമ്മുടെ പ്രോഗ്രാമുകൾ കാണുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്ന ആൾ കൂടിയാണ്. ഇവിടെ നമുക്കറിയാം വനിതകൾ ഉൾപ്പെടെയുള്ള വനിതാ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവരൊക്കെയും നമ്മുടെ പ്രോഗ്രാമുകൾ കാണുന്നതാണ്. പക്ഷേ മജീദ് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്? ഒപ്പം തന്നെ ഇതിലേക്ക് അയക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ അമൃത ടി വിയുടെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലീവായപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എല്ലാ ചോദ്യങ്ങളും കണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തതാണ്. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് പ്രധാനമായും മജീദ് കുടുംബവും അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്? ഞാൻ കൂടുതൽ ന്യൂസും പിന്നെ റിയാലിറ്റി ഷോസ് അങ്ങനത്തെ പരിപാടികളാണ് കാണുന്നത്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട പ്രോഗ്രാം ആനീസ് കിച്ചൺ, അതാണ്. ഈ സൂപ്പർ സ്റ്റാർ പോലെയുള്ള നമ്മുടെ പ്രോഗ്രാമുകളുണ്ട്. ഒപ്പം തന്നെ വാർത്തകൾ, നമുക്ക് വിവിധ തരം വാർത്താ പ്രോഗ്രാമുകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24 അവേഴ്സിലേക്ക് വരുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ കാണാറുണ്ടോ? എല്ലാം കാണാറുണ്ട്. യൂട്യൂബ് ചാനലും കാണാറുണ്ട്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് അവർ ഏറെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. മജീദ് കുടുംബത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? കുടുംബത്തിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ സഹപ്രവർത്തകരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞത്. സന്തോഷം. അപ്പോൾ തന്നെ ഓണത്തിന് പോകുമ്പോൾ ഏതായാലും 1 ലക്ഷം രൂപയായിട്ട് പോകും. ഓക്കെ, താങ്ക് യു. മജീദിൻ്റെ ഏറ്റവും സുഹൃത്തും ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ആളുകൂടിയാണ്. എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇതുപോലെ ഒരു വാച്ച് ആൻഡ് വിൻ, അമൃത ടി വിയുടെ വാച്ച് ആൻഡ് വിൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതിൽ മത്സരാർത്ഥിയായി ആ മത്സരത്തിൽ വിജയിച്ച് അതിൽ തന്നെ 10 പേരിൽ നിന്ന് തന്നെ ഞറക്കെടുത്ത് ഒന്നാമനാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മജീദ് സന്തോഷം പങ്കുവെക്കുകയാണ്. ഒപ്പം കൂടെയുള്ളവരും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. 1 ലക്ഷം രൂപയുടെ സമ്മാനമാണ് മജീദിന് ലഭിച്ചിരിക്കുന്നത്. ദിനവുമുള്ള നറുക്കെടുപ്പിലൂടെ ഓരോ മണിക്കൂറും കഴിയുന്ന നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ വിജയികളെ കണ്ടെത്തുന്നത്. ആ 10 പേരിൽ നിന്നുമാണ് ഒരാളെ മെഗാ വിന്നറായി തിരഞ്ഞെടുക്കുന്നത്. ആ മെഗാ വിന്നർക്ക് 1 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. ഒപ്പം തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള വിജയികളെ കണ്ടെത്തുന്ന ആളുകൾക്കും നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. വണ്ടർലായും അതുപോലെ തന്നെ സ്വയംവര സിൽക്സും കൂടി ചേർന്നിട്ടാണ് അവർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. ഈ 10 പേരിൽ നിന്ന് ഒരുപക്ഷെ അടുത്ത ദിവസം
അടുത്ത ദിവസം നടക്കാൻ പോകുന്ന നറുക്കെടുപ്പിൽ ഈ വിന്നാകുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ആകാം. അതുകൊണ്ട് തന്നെ അമൃത ടി വിയുടെ എല്ലാ പ്രോഗ്രാമുകളും കാണുക. അത്തം മുതൽ ചതയം വരെയുള്ള 12 ദിവസമാണ് നിങ്ങൾക്ക് അവസരമുള്ളത്. ഈ അവസരം നിങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് മജീദാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കും അമൃത ടി വിയുടെ 1 ലക്ഷം രൂപയുടെ വിന്നർ.